بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൻ നംൽ 24 മുതൽ 26 വരെ 24, 25, 26 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. വജദ്തുഹാ വഖൗമഹാ, ഇവിടെ വജത്തുഹ, വജത്തു എന്ന പദം കഴിഞ്ഞ വചനത്തിലും വന്നിട്ടുണ്ട്. വജത്തു സാക്കിനത്തായ ദാലിനെ തായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുന്നു. ഇദ്ഗാം അൽ മുതജാനിസൈൻ അസ്സഗീർ എന്നാണ് ഇതിൻ്റെ പേര്. ഒരേ ജിൻസിൽപ്പെട്ട 2 അക്ഷരങ്ങൾ എന്നാണ് മുതജാനിസൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരേ മഖ്റജിൽ നിന്നുമുള്ള വ്യത്യസ്തങ്ങളായ 2 അക്ഷരങ്ങൾ. ദാലും താവും ഒരേ മഖ്റജ്. ഇവയെ ലയിപ്പിക്കുന്നു. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂൻ, രണ്ടാമത്തെ അക്ഷരത്തിന് ഹറക്കത്ത്. ദാലിന് സുക്കൂനാണ്, തായിന് ഹറക്കത്താണ്. അതുകൊണ്ടാണ് സഗീർ എന്നുകൂടി പറയുന്നത്. അഥവാ ഹറക്കത്തുകൾ ഉള്ള അക്ഷരങ്ങളെ ലയിപ്പിച്ചുച്ചരിക്കുന്ന രീതി മറ്റു ഖിറാഅത്തുകളിലൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം അങ്ങനെയില്ല. അതുകൊണ്ട് ഇവിടെ സഗീർ എന്ന് അധികം പേര് പറയുന്നു. മറ്റ് ഹറക്കത്തുകളുള്ള അക്ഷരങ്ങളെ ലയിപ്പിക്കുമ്പോൾ അത് കബീറായി മാറും. ചുരുക്കി പറയാം, വജത്തുഹ എന്ന് പറയുമ്പോൾ ദാലിൻ്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവുകയില്ല. തായിന് ശബ്ദ കൊടുക്കണം. വജത്തുഹ വഖൗമഹ, വഖൗമഹ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ട ഖാഫ്. വഖൗമഹ യസ്ജുദൂന, ഈ പദം പലരും തെറ്റിക്കും. യസ്ജുദൂന എന്ന് പറയും. യസ്ജുദൂന സീനിനെ സായാക്കി മാറ്റിയിട്ട് അത് സൂക്ഷിക്കണം. യസ് എന്ന് വ്യക്തമാക്കി, സഫീർ വ്യക്തമാക്കിക്കൊണ്ട് യസ്ജുദൂന എന്ന് ഉച്ചരിക്കണം. ലിശംസി, ഷീന് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഷീനിന് തഫഷി എന്ന സിഫത്തുണ്ട്, വ്യാപനം എന്നാണ്. ലിഷ് എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ വ്യാപനം, നമ്മുടെ അതിൻ്റെ മഖ്റജിൽ ഷജരിയ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഷീൻ. ലിശംസി, ഇതിലുള്ള സാക്കിനത്തായ മീം അല്പം പോലും മണിച്ചു പോയത് ഇൽഹാർ ഷഫവിയാണ്. ലിശംസി മിൻ ദൂനില്ലാഹി, സാക്കിനത്താനോൻ ശേഷം ദാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കുക. മിൻ എന്ന് മണിച്ചുകൊണ്ട് പറയാം. മിൻ ദൂനില്ലാഹി വസയ്യന ലഹുമുശ് ശൈത്വാൻ, വസയ്യന ലഹുമുശ് ശൈത്വാൻ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളില്ല. എന്നാൽ തന്നെയും എല്ലാ ഹർഫും വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. താഉം അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്യണം. താ, ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ സിഫത്തുകളുള്ള അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. അശ്ശൈത്വാനു അഅ്മാലഹും ഫസദ്ദഹും. ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യം എന്നതാണ് ഐനിൻ്റെ മഖ്റജ്. കൂടാതെ ബൈനിയ എന്ന സിഫത്തും അതിനുണ്ട്, അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന് പറയുക. ആ സിഫത്ത് കൂടുതൽ കടുപ്പമോ എന്നാൽ കൂടുതൽ അയവ് വരുത്തി റഖാവത്തോ അല്ല, ഷിദ്ദത്തോ റഖാവത്തോ അല്ല. അഅ്മാലഹും ഫസദ്ദഹും, സാക്കിനത്തായ മീം ശേഷം ഫാ. അഅ്മാലഹും ഫസദ്ദഹും, ഇവിടെ ഇൽഹാർ ഷഫവി, സൂക്ഷ്മത വേണം. കാരണം ശേഷം ഫ ആണ് എന്നതുകൊണ്ട്. ലാം ഷഫവിയായ അക്ഷരങ്ങളാണ്. മീം അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. അഅ്മാലഹും ഫസദ്ദഹും ഫസദ്ദഹും, സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ അക്ഷരം.
فصدهم عن السبيل صدهم സാക്കിൻ തമീം ശേഷം ഐൻ അവിടെയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക فصدهم عن السبيل فهم لا يهتدون فهم لا സാക്കിൻ തമീം ശേഷം ലാമുമാണ് അവിടെയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം فهم لا يهتدون. അപ്പോൾ ഇതുവരെ നാം പറഞ്ഞ എല്ലാ കാര്യവും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ തഫ്ഹീം ചെയ്യേണ്ടതായ അക്ഷരങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ തഫ്ഹീം ചെയ്യുന്നത് താരതമ്യേന കുറഞ്ഞ അക്ഷരങ്ങൾക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ തർക്കീഖിൻ്റേതാണ് എന്ന് ശ്രദ്ധിക്കുക. ألا يسجدوا ألا يسجدوا لله നേരത്തെ സൂചിപ്പിച്ചു യസ്ജുദൂന അവിടെ ഇവിടെയും അങ്ങനെ തന്നെ യസ് വ്യക്തമായി സീനുച്ചരിക്കുക യസ് എന്ന് സായി പോയത് ألا يسجدوا لله الذي يخرج الخبأ ألا يسجدوا لله الذي يخرج الخبأ ഇതിൽ ഖാഇന് തഫ്ഖീം കൊടുക്കുക. യുഖ് എന്ന് പറയുമ്പോൾ ഖാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. വീണ്ടും അൽ ഖബ് അവിടെയും ഖാഇന് പൂർണ്ണമായ തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഹൽഖിയായ അക്ഷരവുമാണ്. തൊണ്ടയുടെ മേലെ അറ്റമാണ് ഖാഇൻ്റെ മഖ്റജ്. يخرج الخبأ في السماوات الخبأ എന്ന് പറയുമ്പോൾ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. في السماوات والأرض ويعلم في السماوات എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. വാവ് സൂക്ഷിക്കേണ്ടത് അതിൻ്റെ ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കപ്പെടണം എന്നതാണ്. വൽ അർദി വൽ റായിന് തഫ്ഖീം കൊടുക്കുക. ദ്വാദിനും തഫ്ഖീം. എന്നാൽ ദ്വാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ദ്വാദ്. എന്നാൽ കസ്റുള്ള ദ്വാദ് വൽ അർദി ദി എന്ന് കുറഞ്ഞ തഫ്ഖീമോടെ ഉച്ചരിക്കുക. അതിൻ്റെ മഖ്റജാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാവിൻ്റെ സൈഡും മേലെ അണപ്പല്ലുമാണ് ദ്വാദിൻ്റെ മഖ്റജ്. അത് നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരണം. നാവിൻ്റെ മുമ്പിൽ നിന്ന് മുൻപല്ല് ചേർത്ത് അർലി ലി എന്ന് പറയുന്നത് തെറ്റാണ്. വൽ അർദി വയഅലമു മാ തുഖ്ഫൂന യഅലമു നേരത്തെ വന്നിട്ടുള്ള ഒരു പദമാണ്. ഐൻ അഅ്മാലഹും എന്നൊക്കെ പറഞ്ഞു. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. തുഖ്ഫൂന ഖാഇനെ തഫ്ഖീം ചെയ്യുക. വമാ തുഅ്ലിനൂൻ ഐന് വീണ്ടും ആവർത്തിച്ചു വരുന്നു. വമാ തുഅ്ലിനൂൻ വ്യക്തമായി എല്ലാ ഹർഫുകളും ഉച്ചരിക്കുക. മഖ്റജിൽ നിന്ന് തന്നെ അതിൻ്റെ സിഫത്തുകളൊക്കെ പൂർത്തിയാക്കി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല അല്ലെങ്കിൽ ലഫ്ളുൽ ജലാല ഇതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാഹു എന്ന് പറയുമ്പോൾ ലാമിന് തൊട്ട് മുമ്പിൽ ഇസ്തിഅലാഇൻ്റെ ലാമിന് തൊട്ട് മുമ്പിൽ ഫത്ഹാണ്. ലാമിന് തൊട്ട് മുമ്പിൽ ഹംസക്ക് ഫത്ഹാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. മഖ്റജിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ലാ ഇലാഹ അത് ലാ ഇലാഹ എന്ന് പറയരുത്. ലാ ഇലാഹ ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ലാ
إله إلا هو റബ്ബ് റബ്ബ് എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കുക. റായിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റബ്ബുൽ അർശി അൽ ഐനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. റായിനും തഫ്ഖീം. അൽ റായ് തടിപ്പിച്ച് പറയാം. അൽ അർശിൽ അദീം ഐനുകൾ സൂക്ഷിക്കുക. വാഹ് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലും അതിനിടയ്ക്ക് ഇങ്ങനെ അല്പം ലൂസാക്കി തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാ. അൽ അദീം അദീം കസ്റ അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് വാഇന് ഉണ്ടാവുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم. وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون. ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون. الله لا إله إلا هو رب العرش العظيم.